ഭാരതത്തിന്റെ കരുത്തിന് മുന്നിൽ ശത്രുക്കൾക്ക് സ്ഥാനമില്ല. ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാന് സ്വന്തം വ്യോമതാവളങ്ങൾക്കുള്ളിൽ കയറി ഇന്ത്യ കൊടുത്ത മറുപടി എന്തായിരുന്നുവെന്ന് കേട്ടാൽ നമ്മൾ ഓരോ ഭാരതീയനും അഭിമാനം കൊണ്ട് തുള്ളിച്ചാടും. പാകിസ്ഥാൻ എന്നേക്കുമായി ഓർത്തിരിക്കുന്ന അവരുടെ സൈനിക അഹങ്കാരത്തിന്റെ ചിറകരിഞ്ഞ ആ രഹസ്യ ഓപ്പറേഷന്റെ കഥയാണിത്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു സൈനിക നീക്കത്തെക്കുറിച്ചല്ല, മറിച്ച് പുത്തൻ ഇന്ത്യയുടെ ശൗര്യത്തെക്കുറിച്ചാണ്. ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ മണ്ണിൽ ചെന്ന് നമ്മുടെ സൈന്യം അവരുടെ നെഞ്ചത്തടിച്ച അടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗ് തന്നെയാണ് ഈ ചരിത്ര വിജയത്തിന്റെ കണക്കുകൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരെ ഉപയോഗിച്ച് നടത്തിയ ആ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി. എന്തായിരുന്നു ആ മറുപടി? ഒന്നോ രണ്ടോ അല്ല, പാകിസ്ഥാന്റെ 6 വിമാനങ്ങളാണ് ഇന്ത്യ ആകാശത്ത് നിന്നും തുടച്ചു നീക്കിയത്. 5 F-16 പോലെയുള്ള യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ ഏറെ വിലമതിക്കുന്ന ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് വിമാനവും ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ കത്തിച്ചാമ്പലായി. വെറുമൊരു തിരിച്ചടിയല്ല, പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തെ ഒന്നാകെ നോക്കുകുത്തിയാക്കിയ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനിലെ യഥാർത്ഥ ഹീറോ ഇന്ത്യയുടെ അഭിമാനമായ S-400 വ്യോമ പ്രതിരോധ കവചമായിരുന്നു. S-400 ഇന്ത്യൻ മണ്ണിൽ വിന്യസിച്ചപ്പോൾ പാകിസ്ഥാന്റെ പൈലറ്റുമാർക്ക് വിമാനങ്ങളുമായി പറന്നുയരാൻ പോലും ഭയമായി. അവരുടെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ ഗ്ലൈഡ് ബോംബുകളെല്ലാം വെറും പാഴ്വസ്തുക്കളായി മാറി. പാകിസ്ഥാന്റെ വ്യോമസേനയെ അക്ഷരാർത്ഥത്തിൽ അപ്രസക്തമാക്കി കളഞ്ഞു ഇന്ത്യയുടെ ഈ റഷ്യൻ കരുത്ത്. ജേക്കബാബാദിലെ ഷഹബാസ് വ്യോമതാവളത്തിൽ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചപ്പോൾ F-16 വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹങ്കറുകൾ തവിട് പൊടിയായി. അകത്തുണ്ടായിരുന്ന വിമാനങ്ങൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി. സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നഷ്ടമാണ് വരുത്തിവെച്ചത്. ഇവിടെയാണ് ഭാരതത്തിന്റെ നയതന്ത്ര വിജയവും സൈനിക ശക്തിയും ലോകം തിരിച്ചറിയുന്നത്. റഷ്യൻ കരുത്തായ S-400 മാത്രമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും മാരകമായ ആയുധങ്ങളും നമുക്കായി പോരാടി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സമ്മതിച്ച കാര്യമാണിത്. ഇന്ത്യ ഉപയോഗിച്ച ഇസ്രായേൽ നിർമ്മിത ബരാക് 8 മിസൈലുകളും ഹാർപി ഡ്രോണുകളും യുദ്ധക്കളത്തിൽ തീ പറത്തുകയായിരുന്നു. പാകിസ്ഥാന്റെ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഒന്നൊന്നായി കണ്ടെത്തി നശിപ്പിച്ച ചാവേർ ഡ്രോണുകളായിരുന്നു ഹാർപി. ശത്രു വിമാനങ്ങളെ കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് തന്നെ തകർക്കുന്ന ബരാക് 8 മിസൈലുകൾ പാക് വ്യോമസേനയുടെ അന്തകനായി മാറി. ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഭാരതത്തിന്റെ സൈനിക ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ശക്തമായ താക്കീത്. ഇന്ത്യയുടെ 1 ഇഞ്ച് മണ്ണിൽ തൊട്ടാൽ തിരിച്ചടി അവരുടെ മണ്ണിൽ ചെന്ന് അവരുടെ നെഞ്ചത്തായിരിക്കും. അതാണ് ഈ പുതിയ ഇന്ത്യ. ഈ ചരിത്ര വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഈ നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.